എക്സൈസ് വകുപ്പിന് ആവശ്യമുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും മുനിസിപ്പാലിറ്റി തരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തു തരണം. അപ്പോൾ എക്സൈസ് വകുപ്പിന്റെ സ്ഥലം അവർക്ക് കൈമാറും. അങ്ങനെ എക്സൈസ് വകുപ്പിനും മുനിസിപ്പാലിറ്റിക്കും ദോഷമില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ പ്രയോജനകരമായ വിധത്തിൽ ഒരു ധാരണയിലെത്താൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം പരിശോധനയ്ക്ക് വേണ്ടി നിയോഗിച്ചു. ആ ഒരു സ്ഥലം പരിശോധിച്ചുള്ള റിപ്പോർട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും ആ റിപ്പോർട്ട് കിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ നഗരസഭ നിർദ്ദേശിക്കുന്ന ആ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടുകിടക്കുന്നതിനും എക്സൈസ് വകുപ്പിന് ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വ്യവസ്ഥകളോടുകൂടി അത് നടപ്പാക്കാൻ ആത്മാർത്ഥമായ ശ്രമമുണ്ടാകും. മത്സ്യകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ളതാണ് മത്സ്യ കർഷക ക്ലബ്ബുകൾ. ഇതിൽ ആദ്യമായി പണി പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാകുന്ന ജില്ലയിലെ ആദ്യ മത്സ്യ കർഷക ക്ലബിന്റെ ഉദ്ഘാടനമാണ് പുനലൂർ കലയനാട് നടന്നത്. സംസ്ഥാന ഫിഷറീസ് എക്സൈസ് തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു കർഷക ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശോചനീയാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് റേഞ്ച് ഓഫീസ് മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടി പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്ഥലം എക്സൈസിന് വിട്ടുകൊടുക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ ഉടൻ നൽകിയാൽ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ഗവൺമെന്റിന്റെ ആധുനിക മാർക്കറ്റ് നിർമ്മാണത്തിന്റെ ഭാഗമായി 20 ചന്തകൾ നിർമ്മിക്കുന്നതിനായി നടപടികൾ ആരംഭിച്ചതായും രണ്ടാം ഘട്ടത്തിൽ ആധുനികവൽക്കരിക്കുന്ന 50 ചന്തകളിൽ പുനലൂർ മാർക്കറ്റിനെ ഉൾപ്പെടുത്താമെന്നും കരവാളൂരിൽ മത്സ്യ ക്ലബ്ബ് തുടങ്ങുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പുനലൂർ എം.എൽ.എ അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ എസ് അജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന മത്സ്യ കർഷക സെമിനാർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വസന്താരഞ്ജൻ, ഡി ദിനേശൻ, ബിനോയ് രാജൻ, സുശീല രാമചന്ദ്രൻ, മിനി മധുകുമാർ, മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോർജ്, എസ് രാജേന്ദ്രൻ നായർ, ഇ കെ റോസ്ചന്ദ്രൻ, ഇടമൺ ഇസ്മയിൽ, കെ ധർമ്മരാജൻ, പ്രൊഫസർ ഡി ശശിധരൻ, ബി രാധാമണി, ജമീല തൗഫീഖ്, ജേതകുമാരി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CT സുരേഷ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.